ഫ്രണ്ട്സ്, പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യമേറെയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. അതിനു മുൻപ് ഒരു സന്തോഷ വാർത്ത പറയാം. ഇപ്പോൾ പവർലിങ്കിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് റീന്യൂ ചെയ്യാനും EMI ചെയ്യാനുള്ള തുകയും ഞങ്ങൾ തന്നെ വഴിയൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 11 66 01 എന്നീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ചെറിയ പ്രീമിയത്തിൽ കൂടുതൽ കവറേജ് കിട്ടുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സ്റ്റാർ സൂപ്പർ സർപ്ലസ് ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി പോകുന്നത്. അതിനായി എന്താണ് സൂപ്പർ സർപ്ലസ് പോളിസി എന്നത് നോക്കാം. ആർക്കൊക്കെയാണ് ഈ പോളിസി എടുക്കാൻ കഴിയുന്നത്, ഈ പോളിസിയുടെ അഡ്വാൻറ്റേജസ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നിവയാണ് ഈ വീഡിയോയിൽ ത്രൂ ഔട്ടായിട്ട് പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ നോക്കുക. നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമേജ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് സൂപ്പർ സർപ്ലസ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന റൂഫ് ബേസ് പ്ലാനിനെ സൂചിപ്പിക്കുന്നു. അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന റൂഫ് സൂപ്പർ സർപ്ലസ് പ്ലാനിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ബേസ് പ്ലാൻ ഉള്ളവർക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി ചെറിയ പ്രീമിയത്തിൽ വലിയ കവറേജിനായിട്ട് എടുക്കുന്ന ഒരു പോളിസിയാണ് സൂപ്പർ സ്റ്റാർ സർപ്ലസ് പോളിസി എന്ന് പറയുന്നത്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. 2 adult plus 1 child. ഏജ് വരുന്നത് 35 years ആണ്. ഇതിൽ ബേസ് പ്ലാൻ ഒരു 5 ലക്ഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14,652 രൂപയാണ് എമൗണ്ട് വരുന്നത് ഒരു വർഷം. സൂപ്പർ സർപ്ലസ് പോളിസിയിലേക്ക് വരുമ്പോൾ ഒരു 25 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 6,613 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇങ്ങനെ രണ്ട് പോളിസിയായിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെന്നാൽ നമുക്ക് നമ്മുടെ കവറേജ് കൂട്ടാനും പ്രീമിയം കുറയ്ക്കാനുമായിട്ട് സാധിക്കും. SBI ആരോഗ്യ, മെഡിസെപ്പ് ഇവ എല്ലാത്തിലും 3 ലക്ഷത്തിന്റെ ബേസ് പ്ലാൻ ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കവറേജ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു സ്റ്റാർ സർപ്ലസ് ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ്. ഈ ഒരു പോളിസി എടുക്കുമ്പോൾ ഡിഫൈൻഡ് ലിമിറ്റിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ഉറപ്പായും അറിഞ്ഞിരിക്കണം. നേരത്തെ കൊടുത്ത സെയിം എക്സാമ്പിൾ വീണ്ടും കൊടുക്കുന്നു. ബേസ് പ്ലാൻ ആയിട്ട് ഒരു 5 ലക്ഷവും സൂപ്പർ സർപ്ലസ് ആയിട്ട് ഒരു 25 ലക്ഷവും എടുക്കുകയാണെങ്കിൽ ഡിഫൈൻഡ് ലിമിറ്റ് ആയിട്ട് വയ്ക്കേണ്ടത് 5 ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസിയുടെ ആദ്യത്തെ 5 ലക്ഷം, അതായത് നമ്മുടെ ബേസ് പ്ലാൻ എത്രയാണോ ആ പോളിസിയുടെ ലിമിറ്റ് കഴിയുമ്പോഴായിരിക്കും ടോപ്പ് അപ്പ് പോളിസി ആക്ടിവേറ്റ് ആയി തുടങ്ങുക. ഈ ഒരു പോളിസി ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ആയിട്ടും എടുക്കാവുന്നതാണ്. അതുകൂടാതെ സിൽവർ പ്ലാൻ എന്നും ഗോൾഡ് പ്ലാൻ എന്നും ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും കുറിച്ച് ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ നോക്കുക. ഈ വീഡിയോ മുഴുവനായും കണ്ട് ഈ പോളിസിയെ പറ്റി വ്യക്തമായ ഒരു ധാരണ വന്നതിന് ശേഷം മാത്രം ഈ പോളിസി എടുക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പവർലിങ്ക് എന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പോളിസിയിൽ ചേരാൻ കഴിയുന്നവരുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ 91 ദിവസം മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പേരൻസിനോടൊപ്പം ഈ പോളിസിയിൽ ചേരാവുന്നതാണ്. അടുത്തതായി നമുക്ക് പോളിസി ടേംസിലേക്ക് വരാം. 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ചുകൊണ്ട് നമുക്ക് പോളിസി എടുക്കാവുന്നതാണ്. അടുത്തതായി ലൈഫ് ലോങ് റിന്യൂവൽ, അതായത് ഈ ഒരു പോളിസി എടുത്തവർക്ക് ലൈഫ് ലോങ് ആയിട്ട് ഈ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ലോങ് ടേം ഡിസ്കൗണ്ട്, അതായത് 2 വർഷത്തെ പ്രീമിയം എമൗണ്ട് ഒന്നിച്ചടക്കുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടുത്തതായി ഇതിൽ വരുന്നത് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റിയാണ്, അതായത് ക്വാർട്ടർലി ആയിട്ടും ഹാഫ് ഇയർലി ആയിട്ടും പ്രീമിയം അടച്ചുകൊണ്ട് ഈ പോളിസിയിലേക്ക് ചേരാവുന്നതാണ്. നോ പ്രീ അക്സെപ്റ്റൻസ് മെഡിക്കൽ സ്ക്രീനിങ്, അതായത് മെഡിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പോളിസി എടുക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ പോളിസിയിലെ പ്ലാൻസിലേക്ക് വരാം. ഈ പോളിസിയിൽ 2 പ്ലാൻസ് ആണ് ഉള്ളത്. ഒന്ന് സിൽവർ, പിന്നെ അടുത്തത് ഗോൾഡ്. നെക്സ്റ്റ് വരുന്നത് സം ഇൻഷുർഡ് ഓപ്ഷൻസ് ആണ്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഒരു ഇൻഡിവിജ്വൽ സിൽവർ പ്ലാൻ എടുക്കുമ്പോൾ 7 ലക്ഷവും 10 ലക്ഷവുമാണ് സം ഇൻഷുർഡ് ആയിട്ട് വരുന്നത്. ഡിഡക്റ്റബിൾ ആയിട്ട് വരുന്നത് 3 ലക്ഷമാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഗോൾഡ് പ്ലാൻ എടുക്കുമ്പോൾ 5 ലക്ഷം മുതൽ 1 കോടി വരെ സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ഇതിൽ 7 ലക്ഷത്തിന് ഡിഫൈൻഡ് ലിമിറ്റ് ആയിട്ട് 3 ലക്ഷം മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ബാക്കി എല്ലാ സം ഇൻഷുർഡിനും 25 ലക്ഷം വരെ ഡിഫൈൻഡ് ലിമിറ്റ് വെക്കാൻ പറ്റുന്നതാണ്. ഫ്ലോട്ടർ ബേസിസിൽ സിൽവർ പ്ലാൻ എടുക്കുമ്പോൾ 10 lakhs ആണ് സം ഇൻഷുർഡ് ആയിട്ട് വരുന്നത്. അതുപോലെ ഡിഡക്റ്റബിൾ 3 lakhs 5 lakhs വരുന്നത്. ഫ്ലോട്ടർ ബേസിസിൽ
ഗോൾഡ് പ്ലാൻ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 5 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള സം ഇൻഷുർഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫൈൻഡ് ലിമിറ്റ് വരുന്നത് 3 ലക്ഷം മുതൽ 25 ലക്ഷം വരെയാണ്. അടുത്തതായി ഈ ഒരു പോളിസി എന്തൊക്കെ കവറേജ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. സിൽവർ പ്ലാനിൽ റൂം റെന്റ്, ബോർഡിംഗ്, നഴ്സിംഗ് എക്സ്പെൻസസ് ഇവയെല്ലാം വരുന്നത് പെർ ഡേ 4000 റുപ്പീസ് ആണ്. അതേസമയം ഗോൾഡ് പ്ലാനിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് വരുന്നത്. സർജൻ, അനസ്തേഷ്യസ്, മെഡിക്കൽ പ്രാക്ടീഷണർ, സ്പെഷ്യലിസ്റ്റ് ഫീസ്, അനസ്തേഷ്യ, ബ്ലഡ്, ഓക്സിജൻ, ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ്, ICU ചാർജസ്, മെഡിസിൻസ് ആൻഡ് ഡ്രഗ്സ്, സർജിക്കൽ അപ്ലയൻസസ് തുടങ്ങിയ എല്ലാ പോസ്റ്റും ഈ 2 പ്ലാനിലും കവർ ചെയ്യുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ് അടുത്തത് വരുന്നത്. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപുള്ളതും ഡിസ്ചാർജ് ആയതിനു ശേഷവും വരുന്ന എക്സ്പെൻസസ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് സിൽവർ പ്ലാനിൽ വരുന്നത് 30 ഡേയ്സും ഗോൾഡ് പ്ലാനിൽ വരുന്നത് 60 ഡേയ്സുമാണ്. ഇപ്പോൾ പറഞ്ഞത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ. അടുത്തതായി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. അതിൽ സിൽവറിൽ വരുമ്പോൾ 60 ഡേയ്സും ഗോൾഡ് പ്ലാനിൽ വരുമ്പോൾ 90 ഡേയ്സുമാണ് കിട്ടുന്നത്. അടുത്തതായി പറയാൻ പോകുന്ന കവറേജ് ഗോൾഡ് പ്ലാനിൽ മാത്രമേ കിട്ടുള്ളൂ. അതിനാദ്യം വരുന്നത് ആംബുലൻസ് ചാർജസ് ആണ്. 3000 രൂപ വരെയാണ് ഒരു പോളിസി പീരീഡിൽ കിട്ടുന്നത്. അത് ഇൻഷുർഡ് പേഴ്സണെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ചാർജാണ്. അടുത്തതായി എയർ ആംബുലൻസ്. ഒരു ഹോസ്പിറ്റലൈസേഷന് കിട്ടുന്നത് സം ഇൻഷുർഡിന്റെ 10% ആണ്. അതും 10 ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിൽ സം ഇൻഷുർഡ് എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു കവറേജ് കിട്ടുന്നത്. അടുത്തതായി ഡെലിവറി എക്സ്പെൻസസ്. ഒരു പോളിസി പീരീഡിൽ 50,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. പോളിസി എടുത്ത് 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷമാണ് ഈ ഒരു കവറേജ് കിട്ടുന്നത്. അതുപോലെ തന്നെ മാക്സിമം 2 ഡെലിവറിക്ക് കവറേജ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും ഈ പോളിസിയിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. റീചാർജ് ബെനിഫിറ്റ്. നിങ്ങളെടുത്ത സർപ്ലസ് പോളിസിയുടെ കവറേജ് തീർന്നു കഴിയുമ്പോൾ എക്സ്ട്രാ കവറേജ് ലഭിക്കുന്നു. അതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഡിഫൈൻ ലിമിറ്റ് 3 ലക്ഷം വച്ചവർക്ക് റീചാർജ് ലിമിറ്റ് വരുന്നത് 50,000 വരെയാണ്. 15 ലക്ഷം ആൻഡ് അതിന്റെ എബോ വരുന്നവർക്ക് 2.5 ലക്ഷം റീചാർജ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അടുത്തതായി വരുന്നത് വെയിറ്റിംഗ് പീരീഡ് ആണ്. സിൽവർ പ്ലാനിന്റെ വെയിറ്റിംഗ് പീരീഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് 30 ഡേയ്സ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. ആക്സിഡന്റിന് ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇല്ല. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 36 മാസം, അതായത് 3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ആണ്. സ്പെസിഫിക് ഇൽനെസ്സിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡുമാണ് വരുന്നത്. അടുത്തതായി ഗോൾഡ് പ്ലാനിലെ വെയിറ്റിംഗ് പീരീഡ് നോക്കാം. ഇതിലും ഫസ്റ്റ് 30 ഡേയ്സ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. ആക്സിഡന്റിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. ഇതിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെറും 1 ഇയർ വെയിറ്റിംഗ് പീരീഡ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ സ്പെസിഫിക് ഇൽനെസ്സിനും 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പവർ ലിങ്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.